വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ റെസിപ്പി പറയണതിൻ്റെ മുന്നേ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരു താങ്ക്സ് പറയാണ്. കാരണം എന്നെ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിച്ചതിന് എൻ്റെ വ്യൂവേഴ്സിനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരു വലിയ വലിയ താങ്ക്സ്. നമസ്തേ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ഡെലീഷ്യസ് ആണ് കേട്ടോ. അങ്ങനെ ഒരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചൈന ഗ്രാസും ഫ്രൂട്ട്സും പഞ്ചസാരയും വെള്ളവും ഇത്രയും സംഭവങ്ങളെ നമുക്ക് വേണ്ടതുള്ളൂ. ചൈന ഗ്രാസ് എന്ന് പറഞ്ഞാൽ അഗർ എന്നറിയപ്പെടുന്നത് ചൈന ഗ്രാസ് ഒരു ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലൊരു സാധനം. ആരും വിചാരിക്കേണ്ട ചൈന ഗ്രാസ് എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മൾ അയ്യോ ഇതെന്തോ ഒരു സംഭവമാണ്. അല്ല, ഇത് കടലിനടിയിലുള്ള ചെടികളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് എന്തിനൊക്കെ നല്ലതെന്നറിയാം, നമ്മുടെ ഹെൽത്ത്, പിന്നെ ഇത് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞില്ല ഞാൻ, അത് എല്ലുകൾ ബോണിൻ്റെ ഇതിന് നല്ലതാണ്, പിന്നെ അസിഡിറ്റിക്ക് നല്ലതാണ്, ഇതെല്ലാം നല്ല ഗുണങ്ങളുള്ളതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും വെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ വെക്കാം. അപ്പം നമുക്ക് നേരെ ഗ്ലാസ് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് നോക്കാം. നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ. ഇതാ ഗ്ലാസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈത്തപ്പഴമാണ്, പിന്നെ കറുത്ത മുന്തിരി ഉണ്ട്. ഇതെല്ലാം സീഡ്ലെസ് ആണ്. കറുത്ത മുന്തിരി, പച്ചമുന്തിരി, പിന്നെ കുറച്ച് സ്ട്രോബെറി. ഇത്രയും നമുക്ക് ഏതെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇത്രയും ഫ്രൂട്ട്സാണ് വാങ്ങി വെച്ചത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഗ്ലാസ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് നമ്മുടെ കോഴിക്കോടുള്ള ഗോകുലം ടവേഴ്സിൽ നെസ്റ്റോ ആ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ട്. അവിടെ എല്ലാ ഫ്രൂട്ട്സും അവൈലബിളുമാണ്. നല്ല ഇതിൽ അറേഞ്ചും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്ക് സെൽഫ് സർവീസാണ്, അവിടെ നിന്ന് എടുത്ത് അങ്ങനെ ചെയ്യാം. ഞാൻ അതുകൊണ്ട് ആ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി വന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം, എന്നിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊന്ന് തോലെല്ലാം പോക്കണം കേട്ടോ. തോല് പോക്കിയിട്ട് ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ കിവി ഇത് എല്ലാം തോല് പോക്കിയിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുക. ഈത്തപ്പഴത്തിൻ്റെ കുരു പോക്കണം. അങ്ങനെ ഈ ഫ്രൂട്ട്സ് ഓറഞ്ചാണ് ഇത് കേട്ടോ. ഓറഞ്ച്, ഇതൊരു തരം ഓറഞ്ച്, പിന്നെ ഇത് വേറെ ഒരു ഓറഞ്ച്. അപ്പം ഇതെല്ലാം തോലെല്ലാം പോക്കി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. പറയാൻ വിട്ടുപോയി, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് നമ്മളെ നാട്ടിൽ അങ്ങനെ അവൈലബിൾ ഒന്നുമല്ല, ഇങ്ങനെ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം തോലെല്ലാം പൊക്കി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം ഇപ്പം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പല ഷേപ്പിലാണ് കട്ട് ചെയ്ത്. ഓറഞ്ച് ഇതാ ഇങ്ങനെ കുറച്ച് വട്ടത്തിന് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെറുതാക്കിയിട്ട് പീസുകളാക്കിയിട്ടുണ്ട് വേറെ. പിന്നെ മുന്തിരി, പേരയ്ക്കാണ് ഇത് കേട്ടോ, പേരയ്ക്ക, പിന്നെ സ്ട്രോബെറി, കറുത്ത മുന്തിരി, പിന്നെ ഇത് ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് ആപ്പിള്, ഇത് നമ്മുടെ കിവി, ഇത് പേരക്ക അതുപോലെ വട്ടത്തിന് എരിഞ്ഞതാണ്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, അത് തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ഇഷ്ടത്തിനുള്ള ഭംഗിയിൽ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നാൽ നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് വെച്ചാൽ അതുപോലെ ഭംഗിയിൽ വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ട്രേ ആണ്. ട്രേയോ പാത്രമോ എന്തെങ്കിലും, കേക്ക് ടിന്നായാലും മതി, കേക്ക് ടിന്നോ ഏത് പാത്രം ആയാലും മതി കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് അതിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചൈന ഗ്രാസ് അതുപോലെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, വലിയ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ചൈന ഗ്രാസ്, അതായത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ്, അതാണ് അതിൻ്റെ കണക്ക്. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് 250 ml കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 ലിറ്റർ വെള്ളം ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് 2 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് നമുക്കിനി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇതിൽ നിന്നും ഒരു 20 ഗ്രാം എടുത്ത് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഞാനിതാ ഇവിടെ 2 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ
ഇട്ടൊന്ന് തിളപ്പിക്കണം. അതിലേക്ക് നമ്മൾ മുക്കാൽ കപ്പ് അത് 1.5 കപ്പ് പഞ്ചസാര ഇടണം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളപ്പിച്ചാൽ മതി നല്ലോണം. ഞാൻ 20 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് ഇത് ഇനിയൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാണ് കേട്ടോ. ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമുക്ക് അടുപ്പത്തെ വെള്ളത്തിലിട്ട്. അതാ ഞാൻ പഞ്ചസാരയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുക. നമ്മൾ ഇഷ്ടപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭംഗിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എന്നിട്ട് വേണം അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കിയില്ലേ, ഷുഗറും സിറപ്പും ആക്കിയിട്ട്, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഞാൻ ഇതെല്ലാം ഇതവിടെ കുറച്ചൊന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിഷ്ടം പോലെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നിങ്ങൾക്ക് ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. എങ്ങനെയായാലും ഇതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ലിക്വിഡ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഒന്ന് ഇതിൽ ടിന്നിൽ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്രകാരം ഓരോരോ ഫ്രൂട്ട്സ് എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിങ്ങനെ കുറച്ചൊരു ഇതായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഞാനിനി മുഴുവൻ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്നിലാണ് ഞാൻ വെച്ചത് കേട്ടോ. ഇത് 2 എണ്ണത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച നമ്മുടെ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, ചൈന ഗ്രാസിൻ്റെ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരിപ്പയിലൂടെ അരിച്ചൊഴിക്കുക. എന്താ വെച്ചാൽ പഞ്ചസാരയുടെ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചൂടോട് കൂടി ഒഴിക്കുക കേട്ടോ. നല്ല തള വേണ്ട, എന്നാലും നല്ല ചൂട് വേണം. ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഇത് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകൂടി ചൂടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, സെറ്റ് ചെയ്യാനായിട്ട്. 2 മണിക്കൂർ മിനിമം വെക്കണം. അപ്പോഴത്തേക്ക് ഇത് റെഡിയായി വന്നോളും. ഞാനപ്പോൾ ഇതെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഇപ്പം മുഴുവൻ ലിക്വിഡും ഞാൻ ഇതിലേക്ക് അരിച്ചൊഴിച്ചു. അതുകൊണ്ട് ഇതിപ്പം പഞ്ചസാരയുള്ള കരടാണ്, അതുകൊണ്ടാണ് അരിച്ചൊഴിക്കണമെന്നാണ്. ഇപ്പം ഇതിലും ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്, ഇതിലും ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് സെറ്റാവാൻ വെക്കണം. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് തണുത്തിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇതാ ബാക്കി ഫ്രൂട്ട്സ് കുറച്ച് ഞാൻ ഇട്ടിട്ട് അതിൻ്റെ മേലെ ജെല്ലൊഴിച്ച് വെച്ചതായത്. ഇത് സാധാരണ പാത്രം കേട്ടോ. അപ്പോൾ കേക്ക് ടിന്ന് കയ്യിലില്ലാത്തവർക്ക് ഏത് പാത്രത്തിൽ വേണേൽ ഒഴിക്കുക, അതിൽ ഒഴിച്ച് വെച്ചാൽ മതി. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. ഇതാ നമ്മുടെ ഗ്ലാസ് കേക്ക് ഇപ്പോൾ 2 മണിക്കൂറിലധികം കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചുകൂടി ഹാർഡായത് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ലൂസാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുക. നമുക്കിനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ സൈഡൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്യുന്നുണ്ട്. പ്ലേറ്റിൻ്റെ മേലെ വെക്കുക കേട്ടോ. അതാ എന്നിട്ട് നമ്മളൊന്ന് കമിഴ്ത്തി നോക്കാം എന്താ സംഭവിക്കാന്നറിയാലോ. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഗ്ലാസ് കേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജെല്ലി കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊരു കഷ്ണം കട്ട് ചെയ്ത് നോക്കാം. ഇത് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് കുറച്ച് ഉറപ്പിട്ട്, അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വരും. ഇതാ ഒരു കഷ്ണം ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല ടേസ്റ്റിയാണ്. ഞാനൊരു കഷ്ണം തിന്ന് നോക്കിയിരുന്നു, ഇത് മുറിക്കുമ്പം കിട്ടിയത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം. ചില കുട്ടികൾ ചില ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല. ആ കുട്ടികൾക്കെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് ചെയ്ത്. അതുപോലെ ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയറും ചെയ്യുക.
ഇനിയും പുതുപുത്തൻ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബായ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു.